ഹലോ ഗായ്സ്, ഇന്ന് നമ്മളൊരു സ്ട്രെയിറ്റ് പാൻറ്റിൻ്റെ കട്ടിങ്ങായിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കോട്ടൺ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ മെറ്റീരിയൽ നമ്മൾ 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടേക്കുകയാണ്. അപ്പോൾ ഈ സൈഡെന്ന് വെച്ചാൽ ഓപ്പണിങ് സൈഡ്, നമ്മുടെ നേരെ ഇടുന്നതെന്ന് വെച്ചാൽ ഫോൾഡിങ് സൈഡ്. അപ്പോൾ അറിയാമല്ലോ, നമ്മൾ സ്ട്രെയിറ്റ് പാൻറ്റ് കട്ട് ചെയ്യുമ്പോൾ ചിലർ ആ ഓപ്പൺ ആയിട്ടുള്ള സൈഡ് തിരിച്ചിടും. അപ്പോൾ ഞാനിപ്പോൾ എന്ന് വെച്ചാൽ എൻ്റെ സൈഡിലേക്ക് ഫോൾഡിങ് സൈഡ് ഇട്ടിട്ട് അതാണെങ്കിൽ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പം 1/2 ഇഞ്ച് ഇതിലും താഴേന്ന് മുകളിലോട്ട് ലെങ്ത്ത് മാർക്ക് ചെയ്ത് നമ്മൾ ലെങ്ത്തിൽ അങ്ങ് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. പിന്നെ ബോട്ടത്തിൻ്റെ ലെങ്ത്തെന്ന് വെച്ചാൽ നമ്മൾ ഫോൾഡ് ചെയ്യാൻ എടുക്കില്ലേ, അതെന്ന് വെച്ചാൽ 3 ഇഞ്ച് ലെങ്ത്താണ് നമ്മൾ ഫോൾഡ് ചെയ്ത്, അതായത് മടക്കി അടിക്കാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് എത്രയാണോ ലെങ്ത്ത്, ആ ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്യുന്നു. പിന്നെയെന്ന് വെച്ചാൽ വേസ്റ്റ് എത്രയാണോ അതിൻ്റെ 4/1 പ്ലസ് 2 ഇഞ്ചോ 3 ഇഞ്ചോ, അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ലൂസ് ആഡ് ചെയ്യാം. പിന്നെയെന്ന് വെച്ചാൽ അതിൻ്റെ ബാൻഡ് ഞാൻ 3 ഇഞ്ച് നീളത്തിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അവിടെ ആ സെയിം വേസ്റ്റിനും പ്ലസ് സീം അലവൻസും കൂടി ആഡ് ചെയ്യുക, അതായത് ലൂസും കൂടി. എന്നിട്ട് അവിടെ നിന്ന് താഴോട്ട് ക്രോച്ചിൻ്റെ ലെങ്ത്ത് വരയ്ക്കണം. ക്രോച്ചിൻ്റെ ലെങ്ത്തെന്ന് വെച്ച് നമ്മുടെ ഹിപ്പ് പ്ലസ് 10 ഇഞ്ച് ഡിവൈഡഡ് ബൈ 4 ചെയ്തിട്ട് അത് മാർക്ക് ചെയ്യുക. എനിക്ക് 11.25 ഞാനൊരു 4 ഇഞ്ചും കൂടി കൂട്ടി 11.5 മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടുന്ന് നമ്മുടെ ആ 10 ഇഞ്ചിനെ മാർക്ക് ചെയ്തിട്ട് പ്ലസ് 2 ഇഞ്ചും കൂടി ലൂസ്. അപ്പോൾ നമ്മൾ ക്രോച്ചിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തെന്ന് പറഞ്ഞല്ലോ, ആ ലെങ്ത്ത് ഫുൾ 11.5 മാർക്ക് ചെയ്തിട്ട് പിന്നെയെന്ന് വെച്ചാൽ അവിടുത്തെ, അതായത് നമ്മുടെ ഹിപ്പിൻ്റെ അവിടുത്തെ വണ്ണമാണ് ആ ക്രോച്ചിൻ്റെ അവിടെ കൊടുക്കേണ്ടത്. അതായത് എന്ന് വെച്ചാൽ എത്രയാണോ ആ 10 പ്ലസ് ഞാനൊരു 2.5 ഇഞ്ച് ലൂസ് കൂടി ആ ക്രോച്ചിൻ്റെ അവിടെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഞാൻ ആ കർവ് ഷേപ്പിൽ അങ്ങ് വരയ്ക്കുകയാണ്. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ താഴത്തെ ബോട്ടത്തിൻ്റെ മെഷർമെൻറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു, അത് 6 പ്ലസ് 1.5 1.5 1/2 ഇഞ്ച് ആ സൈഡ് ജോയിനിങ്ങിനുമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്മൾ മാർക്ക് ചെയ്തെല്ലാം ഇത് ഫുൾ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സ്ട്രെയിറ്റ് പാൻറ്റിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.